ജനങ്ങളുടെ ആവശ്യങ്ങൾ, വികസനാവശ്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം മനോഹരമായി ഭംഗിയായി കൊണ്ടുപോകുന്നതിനുതകുന്ന തുക എല്ലാ വർഷവും സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യാറുണ്ട്, നൽകാറുണ്ട്, വിഹിതമായി നൽകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ LDF ഗവൺമെന്റ് സഖാവ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടായി നീക്കിവച്ചിരുന്ന 1189.55 കോടി തുക ഇതിൽ നിന്ന് കുറച്ച് ഏതാണ്ട് 1533.5% 5 കോടി രൂപ ഈ പദ്ധതി വിഹിതത്തിൽ നിന്ന് കുറച്ചിരിക്കണം. 1533.5 കോടി രൂപ ഒരു വർഷത്തെ വാർഷിക പദ്ധതിയിലെ ജനറൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് നമ്മുടെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ ഉൾക്കൊള്ളിച്ചത്. സ്വാഭാവികമായും കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ 1200 വരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിന്റെ കുറവ് വരികയാണ്. കുറവ് വരുന്ന സമയത്ത് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ജനറൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട്. അത് ഒന്ന് നമ്മുടെ ആശുപത്രികളിലെ നമ്മുടെ കഴിഞ്ഞ സർക്കാർ ഉച്ചയ്ക്ക് ശേഷം OP സംവിധാനം കൊണ്ടുവന്നു. ഡോക്ടർക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ ഫാർമസിസ്റ്റിനെയും നമ്മൾ നിയമിച്ചു. അവർക്കുള്ള ശമ്പളം നൽകേണ്ടത് ഈ പ്ലാൻ ഫണ്ടിൽ നിന്നാണ്. നമ്മുടെ അങ്കണവാടികളിലെ പോഷകാഹാര